ഹൈ ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം. പുതിയൊരാഴ്ച. നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുമ്പോൾ വീക്കിലി അടിസ്ഥാനത്തിൽ 300 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവായ ഒരു റാലി. 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. FIs കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ബൈ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ പുതിയ ഒരു ന്യൂസ്, US G7 രാജ്യങ്ങൾക്ക് മേൽ താരിഫുകളെല്ലാം തന്നെ ഏർപ്പെടുത്തുന്നു. ചൈന, ഇന്ത്യ, റഷ്യനെല്ലാം തന്നെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ന്യൂസ്. പിന്നെ ഈ ഒരു ആഴ്ചയിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് US നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. അത് ബുധനാഴ്ച രാത്രിയാണ് ഇന്ത്യൻ സമയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനാഴ്ച പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ ഒരു പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ് കാണാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 895 പോയിൻറ്റിൻ്റെ ഒരു ഫോള്, ബ്രന്റ് ഓയിൽ 67, പിന്നെ അതിന് താഴെ ഗോൾഡാണ് $10 ഇടിഞ്ഞു. തൊട്ട് താഴെ ഓസ്ട്രേലിയ 42 പോയിൻറ്റ് ഇടിഞ്ഞു. ചൈന നെഗറ്റീവാണ്, കൊറിയ ഫ്ലാറ്റാണ്, ജപ്പാൻ പോസിറ്റീവാണ്. ഡോ ഫ്യൂച്ചർ കാണാം, ഡോ ഫ്യൂച്ചർ 287 പോയിൻറ്റിൻ്റെ മൈനസാണ്. ഇനി ഏറ്റവും താഴേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഈവൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ ഒന്നും തന്നെയല്ല, മാർക്കറ്റിലുള്ള വിപണിയിലുള്ള സ്റ്റോക്കുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിലെ ലീഡിങ് ഡിസ്കൗണ്ട് ബ്രോക്കർ ടാറ്റ ഗ്രൂപ്പാണ് ഈ ബ്രോക്കറിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പ് സ്റ്റോക്കാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ചുരുങ്ങിയ ചിലവിൽ നമ്മുടെ ഓപ്ഷൻ ഫാർ ഔട്ടിയും പോലെ സ്ട്രൈക്കുകളെല്ലാം തന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് അപ്പ് സ്റ്റോക്കിൽ ഉണ്ട് കേട്ടോ. ഹെഡ്ജൊക്കെ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്. ഇപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ അപ്പ് സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോളോ ഹോസ്പിറ്റൽ കമ്പനി അവർ അപ്പോളോ ഹെൽത്ത് ലൈഫ് സ്റ്റൈലിൻ്റെ 1254 കോടി രൂപയുടെ അക്വിസിഷൻ നടത്തി. റൈറ്റെയിൽ കമ്പനി 209 കോടി രൂപയുടെ ഓർഡർ ബീഹാർ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റ് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഡോക്ടർ റെഡ്ഡി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇയർ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അദാനി പവർ കമ്പനി 25 വർഷത്തേക്ക് ബീഹാർ സ്റ്റേറ്റ് പവർ ഗ്രീൻ ജനറേഷൻ കമ്പനിയായിട്ട് 2400 മെഗാവാട്ട് പവർ കൊടുക്കാനായിട്ട് കമ്പനിക്ക് ഓർഡർ കിട്ടി. DCS സിസ്റ്റം കമ്പനി തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് അവർ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഹൊസൂർ ചെയ്യാനായിട്ട് ധാരണയായി. ASM ടെക്നോളജി കമ്പനി തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് 250 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ധാരണയായി. ശക്തി പമ്പ് കമ്പനി 374 കോടി രൂപയുടെ പമ്പുകളിൽ തന്നെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ അവർ ഈ കൃഷി യോജന പമ്പ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്പനിക്ക് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. എൻജിനീയേഴ്സ് ഇന്ത്യ കമ്പനി 618 കോടി രൂപയുടെ ഒരു EPC സർവീസിൻ്റെ ഓർഡർ ഇവർക്ക് ലഭിച്ചു. ആഫ്രിക്കയിൽ നിന്നാണ് ലഭിച്ചത്. RCF കമ്പനി അവർക്ക് അവരുടെ ട്രോംബിയിലുള്ള പ്ലാന്റിൽ നിന്നുള്ള കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ഇമാതിരി സ്പെഷ്യാലിറ്റി കമ്പനി ഇവർ സിനോക്ക ബാറ്ററിയിൽ ഒരു മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, അല്ലെങ്കിൽ സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സീഗൽ ഇന്ത്യ കമ്പനി 486 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഗൂഗിൾ അഗ്രോ 1:2 റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അരബിക് ഫാർമ US ഡ്രഗ് കൺട്രോൾ ഇൻസ്പെക്ഷൻ നടത്തി EIR റിപ്പോർട്ട് ലഭിച്ചു. കൺസോളിഡേറ്റഡ് കൺസ്ട്രക്ഷൻ കമ്പനി 180 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. JVM ഓട്ടോ ഇലക്ട്രിക്കൽ ബസ്സിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് $100 മില്യൺ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടൊക്കെ ആയിട്ട് എത്താം. താങ്ക് യു.